ഭാരതത്തിൽ നിന്നും അമേരിക്ക നിയമവിരുദ്ധമായി പിരിച്ചെടുത്ത അധിക താരിഫ് തുക 10 മുതൽ 12 ബില്യൺ ഡോളറോളം വരുമെന്ന് കണക്കുകൾ. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് നടത്തിയ പഠനമാണ് കണക്കുകൾ വിശദീകരിച്ചത്. അമിത താരിഫ് ചുമത്തിയ ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് കണ്ടെത്തി കോടതി റദ്ദാക്കിയിരുന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, അങ്ങനെയെങ്കിൽ ന്യായമായും ഈ പൈസ നമുക്ക് തിരിച്ചു തരണ്ടേ? ശ്യാം, ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു പഠന ഏജൻസി നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് നടത്തിയ ഒരു പഠനത്തിലാണ് ഭാരതത്തിന് ലഭിക്കേണ്ടത് 10 മുതൽ 12 ബില്യൺ ഡോളർ വരെ ഉള്ള ഒരു തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 50% അധിക താരിഫാണ് ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്കെതിരെ അമേരിക്ക ചുമത്തിയിരുന്നത്. അമേരിക്കയിലേക്ക് എത്തുന്ന ഈ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക താരിഫ് ചുമത്തുകയായിരുന്നു. ഇത്തരത്തിൽ ചുമത്തിയ താരിഫ് അമേരിക്കയിൽ തന്നെ ചുമത്തിയത് അവസാന ഘട്ടത്തിൽ അത് 10% ചുരുക്കുകയും പിന്നീട് അമേരിക്കയിലെ കോടതി തന്നെ അക്കാര്യം, അതായത് ആ നിയമവിരുദ്ധമാണ്, അത്തരത്തിൽ താരിഫ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ല എന്ന് US സുപ്രീം കോടതി ഫെബ്രുവരി 20 വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമെന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലാണ് ഒരു 166 ബില്യൺ ഡോളറിൻ്റെ ഒരു റീഫണ്ട് പാക്കേജ് അവിടെ തയ്യാറാക്കപ്പെട്ടത്. ആ റീഫണ്ട് പാക്കേജ് വഴി ഭാരതത്തിൽ നിന്നും പിരിച്ചെടുത്ത, നമുക്കറിയാവുന്നതാണ് 25% അധിക താരിഫും അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച് 25% അധിക താരിഫ്, അതായത് പീനൽ താരിഫും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ താരിഫ് ചുമത്തിയത്. അത്തരത്തിൽ ചുമത്തിയ എല്ലാ താരിഫുകളും 76 ആ നിയമപ്രകാരം ചുമത്തിയ എല്ലാ താരിഫുകളും നിയമവിരുദ്ധമാണ്. കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ പ്രസിഡന്റിന് അത്തരം താരിഫ് ചുമത്താൻ അവകാശമില്ല എന്ന് കോടതി ഫെബ്രുവരി 20 കണ്ടെത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും നിയമവിരുദ്ധമായി ഭാരതത്തിൽ നിന്നും പിരിച്ചെടുത്ത അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത തുക തിരിച്ചു നൽകുന്നതിനുള്ളൊരു ഫണ്ട് ഉണ്ടാക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു റീഫണ്ട് മെക്കാനിസം ഉണ്ടാക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി 166 ബില്യൺ ഡോളറിൻ്റെ ഒരു സഞ്ചിത നിധി പോലൊരു സംവിധാനം ഉണ്ടാക്കുകയും അതിൽ നിന്ന് 10 മുതൽ 12 ബില്യൺ ഡോളർ വരെ ഭാരതത്തിന് അവകാശപ്പെട്ടതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇത് റീഫണ്ട് അഡ്ജസ്റ്റബിൾ എന്ന രീതിയിലായിരിക്കും വരിക. അതായത് ഭാരതത്തിൽ നിന്നും ഇനി കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഈ തുക കുറച്ച് ലഭ്യമാക്കുക, അല്ലെങ്കിൽ അത് നികുതി താരിഫ് ചുമത്തുന്നത് കുറച്ച് ലഭ്യമാക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇത് പിരിച്ചെടുത്തിരിക്കുന്നത് ടെക്സ്റ്റൈൽ രംഗത്തും രാസവസ്തു രംഗങ്ങളുടെയും രാസവസ്തു വിപണനം, അതായത് ഈ വളം പോലുള്ള സാധനങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം ആണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരിക്കുന്നത്. സമാന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വൻതോതിൽ വർദ്ധിക്കാനുള്ളൊരു സാധ്യത, അതായത് ഈ ടാക്സ് റിബേറ്റിൻ്റെ അല്ലെങ്കിൽ കുറയ്ക്കേണ്ട ആ നികുതി അധികമായി പിരിച്ചെടുത്ത് ആ നികുതി കുറയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ അധിക താരിഫിനെ കുറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അത്തരം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ കുറെ കൂടി ആ കയറ്റുമതി സാധ്യത തുറന്നു കിട്ടുകയും ഈ എമൗണ്ട് റീഫണ്ട് ചെയ്ത് ലഭ്യമാവുകയും ചെയ്യുമെന്നതാണ് ഈ ഉത്തരവിൻ്റെ പ്രത്യേകത. എന്തു തന്നെയായാലും 10 മുതൽ 12 ബില്യൺ ഡോളർ വരെ ഒരു റീഫണ്ടിനുള്ള കപ്പാസിറ്റി ഭാരതത്തിനുണ്ട്. അത്രയും തുക അനധികൃതമായി തന്നെ, അതായത് നിയമവിരുദ്ധമായി തന്നെ എന്ന് US സുപ്രീം കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അത്തരത്തിൽ തന്നെ പരാമർശിക്കാൻ സാധിക്കും. ഭാരതത്തിന് തിരിച്ചു കിട്ടാൻ അർഹതയുണ്ട് എന്നാണ് ഇപ്പോൾ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവിൻ്റെ കണക്കുകൾ വഴി പുറത്തു വന്നിരിക്കുന്നത്. ശ്യാം. യെസ്, ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയത്.